Hi friends, welcome back to my channel, your online teacher. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗിരീഷ് ആൻഡ് രമേഷ് ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ക്യാപിറ്റൽസ് 80,000-ഉം 60,000-ഉം ആണ്. പാർട്ട്ണർഷിപ്പ് ഡീലിൽ പറഞ്ഞിട്ടുണ്ട് ഗിരീഷിന് മന്ത്ലി സാലറി ഓഫ് 3,000 എല്ലാ മാസവും വെച്ചിട്ട് സാലറി കൊടുക്കാനും ദെൻ റമീസിന് 10% നെറ്റ് പ്രോഫിറ്റ് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ പ്രോഫിറ്റിൻ്റെ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6% ആണ്. ഗിരീഷ് 2,000 എല്ലാ മാസവും വിഡ്രോ ചെയ്തിട്ടുണ്ട്. റമീസിൻ്റെ ടോട്ടൽ ഡ്രോയിങ്സ് 20,000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സിനും മുമ്പുള്ളത് 1,24,000 ആണ്. അവർ ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നിങ്ങൾക്ക് വരിക. ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെറ്റായിരിക്കും. ഓക്കെ, നമ്മുടെ ചാനൽ നിങ്ങൾ നോക്കി വച്ചേക്കുക, ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുക. എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്തു തരണം തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻസ് വരില്ല. അതുകൊണ്ട് ഇതുവരെ ഒന്നും പഠിക്കാത്തവർ പഴയ വീഡിയോസൊന്നും തപ്പി പോകേണ്ട ആവശ്യമില്ല. പുതുതായിട്ട് വരുന്ന വീഡിയോസ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് പാർട്ട് എ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ പാർട്ട് ബി കമ്പ്യൂട്ടറിസ്റ്റുകാർക്കും FSകാർക്കും വേണ്ടിയിട്ട് ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിച്ചാൽ മതി. 80-80 കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ 60-60 നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇവിടെ തന്നിട്ടുള്ള ഈ 1,24,000 എന്ന് പറയുന്ന നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ എഴുതണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് 1,24,000. പിന്നെ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ എഴുതുള്ളൂ. ആ സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അത് ആ ഫിക്സഡ് ഫോർമാറ്റാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ തന്നിട്ടില്ല, പകരം 6% തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഗിരീഷ് എല്ലാ മാസവും 2,000 രൂപ വെച്ചാണ് വിഡ്രോ ചെയ്തത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6% ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എല്ലാ മാസവും 2,000 എന്ന് പറയുമ്പോൾ 2,000 × 12 ആണ് ടോട്ടൽ എമൗണ്ട്. 6% എന്ന് പറയുമ്പോൾ 6/100 ആണ്. ഇൻറ്റു ദെൻ എന്താണ് റേറ്റ് ബൈ 100 ചെയ്തു ഇൻറ്റു 1/12 ഇൻറ്റു ആവറേജ് പീരീഡ് ചെയ്യണം. ആവറേജ് പീരീഡ് ഇവിടെ ഈ പുള്ളിക്കാരൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ മാസത്തിലും ബിഗിനിങ്ങിൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലാ മാസത്തിൻ്റെ ബിഗിനിങ്ങിലാണെങ്കിൽ നമ്മൾ ആവറേജ് പീരീഡ് എത്ര എടുക്കേണ്ടത്? 6.5 ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,000 × 12 ഇൻറ്റു 6/100 ഇൻറ്റു 6.5 1/12 ഇൻറ്റു 6.5 ചെയ്യുമ്പോൾ 780 നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഈ ഒരു 780 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഗിരീഷിന് വന്നത്. ഇനി റമീസിൻ്റെ വ്യത്യാസമുണ്ട്. റമീസിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? 20,000 രൂപയാണ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഡേറ്റ് തരാത്തത് കൊണ്ട് 20,000 ഇൻറ്റു 6%, 6/100 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് പീരീഡ് 6 മന്തായിട്ട് എടുത്തിട്ട് ഇൻറ്റു 1/12 ഇൻറ്റു 6 നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ 6/12, അല്ലെങ്കിൽ 1/12 ഇൻറ്റു 6 6/12 അങ്ങനെ ചെയ്യണം. എന്നാലാണ് അവിടെ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ 20,000 ഇൻറ്റു 6/100 ഇൻറ്റു അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 600 കിട്ടും. അങ്ങനെയാണ് ഈ 600 വന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ 780-ഉം 600-ഉം അങ്ങനെയാണ് എഴുതുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിലേക്ക് എഴുതാം. ബാക്കി ഓരോന്നായിട്ട് ഓർഡറിലായിട്ട് നമുക്ക് എഴുതാമല്ലോ. ഗിരീഷിന് മന്ത്ലി സാലറി 3,000 രൂപ കിട്ടണം. ബാക്കിയെല്ലാം സാലറി ഇവിടെ എഴുതും. ഓക്കെ, 3,000 രൂപ മന്ത്ലി സാലറി എന്ന് പറയുമ്പോൾ 3,000 × 12 36,000 ആണ് സാലറിയുടെ എമൗണ്ട്. അത് എഴുതി. ഇനി കമ്മീഷൻ 10% നെറ്റ് പ്രോഫിറ്റിൻ്റെ 1,24,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 12,400 രൂപ. അത് കമ്മീഷനും എഴുതി. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. 8%. 80,000-ൻ്റെ 8% എത്ര വരും? 80,000 ഇൻറ്റു 8% വരുമ്പോൾ 6,400 വരും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 6,400 നമ്മൾ എഴുതി. റമീസിൻ്റേതാണെന്നുണ്ടെങ്കിൽ 60,000 ഇൻറ്റു 8% 4,800 അതും നമ്മൾ എഴുതി. പിന്നെ ഇനി ഇവിടെ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എഴുതി. വേറൊന്നുമില്ല.
ഇനി ഇത് ബാലൻസ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 1,25,380 കിട്ടി. അതാണ് വലിയ എമൗണ്ട്, രണ്ട് സ്ഥലത്തും എഴുതി. അതിൽ നിന്ന് ഇത് രണ്ടും ഇതൊക്കെ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 65,780 എന്ന് പറഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇത് പാർട്ട്നേഴ്സിനുള്ളതാണ്, റമീസിനും ഗിരീഷിനും ഉള്ളതാണ്. ഇവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഇവർക്ക് പകുതിയായിട്ട് അത് എടുക്കാം. ഇത്ര ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കിനോ 5 മാർക്കിനോ ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ 5 മിനിറ്റിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ ഓരോ അക്കൗണ്ട്സ് നമ്മൾ പഠിക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്